പഠിച്ചതൊക്കെ ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കാനും അടുക്കി വയ്ക്കാനും പരീക്ഷയ്ക്ക് മുൻപ് കിട്ടുന്ന സമയമാണ് പഠനാവധി അഥവാ സ്റ്റഡി ലീവ്. ഈ സമയത്ത് അല്പം പിരിമുറുക്കവും ആകാംക്ഷയും നല്ലതാണ്. പരീക്ഷയെ ഗൗരവത്തോടെ സമീപിക്കാൻ ഇത് സഹായിക്കും. ഉത്കണ്ഠയും പിരിമുറുക്കവും പരിധി വിടാതെ ശ്രദ്ധിക്കണം. പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഏറ്റവും നല്ല മാർഗം വീട്ടിലെ സൗഹൃദപരമായ അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പിരിമുറുക്കം അധികമാവാതെ ശ്രദ്ധയോടെ പഠിക്കാൻ സാധിക്കും. സ്റ്റഡി ലീവിലേക്കായി നല്ലൊരു ടൈം ടേബിൾ തയ്യാറാക്കണം. ടൈം ടേബിൾ പഠനം, ധ്യാനം, വ്യായാമം, വിനോദം, ഉറക്കം എന്നിവ പരിഗണന നൽകേണ്ടതാണ്. എല്ലാം കൂടി അവസാന നിമിഷം പഠിച്ചു തീർക്കാൻ നിൽക്കാതെ അധ്യായം തിരിച്ച് ഓരോ വിഷയത്തിനും സമയം നൽകണം. ഈ സമയത്തിനുള്ളിൽ അവ പഠിച്ചു തീർക്കുകയും ചെയ്യണം. ഓരോ ദിവസത്തെയും റിവിഷൻ കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കാം. പാട്ടുപാടിയുള്ള വിശാലമായ കുളിയോ പാട്ടു കേൾക്കലോ പൂന്തോട്ടം പരിപാലിക്കലോ അങ്ങനെ എന്തുമാകാം. തലച്ചോറിന്റെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഉറക്കം. നാം പഠിച്ചതൊക്കെ തലച്ചോർ ഓർമ്മയ്ക്കായി അടുക്കി പെറുക്കി വയ്ക്കുന്നത് ഉറക്കത്തിനിടയിലാണ്. പരീക്ഷാ ദിവസങ്ങളിൽ കുറച്ചു ഉറങ്ങി പരമാവധി പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് അധികവും. ഇത് വിപരീത ഫലമാകും ഉണ്ടാക്കുക. ഈ ദിവസങ്ങളിൽ 1 മണിക്കൂറെങ്കിലും കൂടുതൽ ഉറങ്ങിയാൽ ഓർമ്മയുടെയും ബുദ്ധിയുടെയും ഉണർവിന് അത് സഹായിക്കും. പഠിച്ചതൊക്കെ കൂടുതൽ വ്യക്തമായി ഓർക്കാനും സാധിക്കും. കൃത്യമായ ഇടവേളകൾ എടുത്തു വേണം പഠിക്കുവാൻ. ഈ സമയം മനസ്സ് ശാന്തമാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. എത്ര നേരം പഠിച്ചു എന്നതിലല്ല, എത്ര പഠിച്ചു എന്നതാണ് കാര്യം. പഠനത്തിന് തിരഞ്ഞെടുക്കുന്ന മുറിയിൽ കട്ടിൽ ഉണ്ടായിരിക്കരുത്. കാരണം കട്ടിൽ കാണുമ്പോഴാണ് അല്പനേരം കിടന്ന് പഠിക്കാനും പിന്നെ ഉറങ്ങാനും തോന്നുന്നത്. ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ അല്പനേരം നടന്നു പഠിക്കാം. എല്ലാ ദിവസവും 15 മുതൽ 20 മിനിറ്റ് ധ്യാനത്തിനോ മൗന പ്രാർത്ഥനയ്ക്കോ നീക്കിവെക്കുക. ഓർമ്മയും ബുദ്ധിയും തെളിയാൻ ഏറെ നല്ലതാണ്. പഠനാവധി സമയത്ത് റോസ് റൂൾ ഓർമ്മയിൽ വയ്ക്കുക. ഈ റോസ് റൂളിൽ R എന്നാൽ റിവൈസ്, പഠിച്ചത് ആവർത്തിച്ച് പഠിക്കുക എന്നാണ്. അതിലെ O എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് O എന്നാൽ ഓർഗനൈസ്, സമയവും പഠനവും ക്രമീകരിക്കുക. S എന്നാൽ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, ഉറക്കവും വിശ്രമവും എന്നാണ്. ഇതിലെ E എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് E എന്നാൽ ഈറ്റ് ആൻഡ് ഹെൽത്തി എന്നാണ്, ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക. പഠനാവധിയായി വളരെ കുറച്ച് ദിവസങ്ങളെ സാധാരണഗതിയിൽ ലഭിക്കൂ. ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നിടത്താണ് വിദ്യാർത്ഥിയുടെ വിജയം. ഇതിനായി പ്രയോഗിക്കാവുന്ന സൂത്രവാക്യമാണ് PQSRT. ഇതിൻ്റെ ഓരോ അക്ഷരവും ഓരോ പ്രത്യേക വിഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. P എന്നാൽ PQSRTയിൽ P എന്നാൽ പ്രിവ്യൂ എന്നാണ്. വിഷയത്തെപ്പറ്റിയും ഭാഗങ്ങളെപ്പറ്റിയും മൊത്തത്തിലുള്ള ഒരു ധാരണയാണ്. Q എന്നാൽ ക്വസ്റ്റ്യൻസ്, പാഠഭാഗങ്ങളെപ്പറ്റി സ്വയം ചോദ്യങ്ങൾ രൂപപ്പെടുത്തി പഠിക്കുക. S എന്നാൽ സമ്മറൈസ്, പ്രധാന പോയിന്റുകൾ കുറിച്ചു വയ്ക്കാം. ഇവ ഓർമ്മിക്കാനായി പട്ടികകൾ, ചിത്രങ്ങൾ, ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്നിവയുടെ സഹായം തേടാം. R എന്നാൽ റീഡ് ആക്റ്റീവ്ലി എന്നാണ്, മനസ്സുരുത്തി പാഠഭാഗങ്ങൾ വായിക്കുക. T എന്നാൽ ടെസ്റ്റ് എന്നാണ്, ചോദ്യങ്ങളും
ഉത്തരങ്ങളും എഴുതി സ്വയം പരിശോധിക്കുക. ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ പഠനാവധി പരമാവധി പ്രയോജനപ്പെടുത്താം. പഠിച്ച ഭാഗങ്ങൾ മനസ്സിലുറപ്പിക്കാൻ ആവശ്യത്തിന് സമയമെടുത്ത് പഠിക്കുക. മനസ്സിലായോ എന്ന് ഉറപ്പിക്കാൻ അവ ക്രമത്തിൽ ഓർത്തു നോക്കുക. ഓരോ അധ്യായത്തിലെയും പ്രധാന ഭാഗങ്ങൾ, ആശയങ്ങൾ, ചിത്രങ്ങൾ, ചാർട്ടുകൾ, സൂത്രവാക്യങ്ങൾ മുതലായവ ഒരു ബുക്കിൽ അധ്യായം തിരിച്ച് കുറിച്ചു വയ്ക്കുക. ഇടയ്ക്കിടെ അതെടുത്ത് നോക്കി അവ ഓർമ്മയിൽ ഉറപ്പിക്കാം. എഴുതിയെടുത്ത നോട്ട്സുകൾ മറ്റു കുട്ടികളുടെ നോട്ട്സുമായി ഒത്തുനോക്കാം. സംശയമുണ്ടെങ്കിൽ അധ്യാപകരുടെ സഹായം തേടാം. അവസാന നിമിഷം പഠിക്കാൻ വയ്ക്കാതെ നേരത്തെ പഠിച്ച് പലവട്ടം റിവിഷൻ നടത്തി സമയം ക്രമീകരിക്കണം. റിവിഷൻ നടത്താൻ പുതുമയുള്ള മാർഗങ്ങൾ പരീക്ഷിക്കാം. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായി സങ്കല്പിച്ചോ കൂട്ടുകാരോടൊത്തു കൂടിയോ പഠിക്കാം. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായി സങ്കല്പിച്ചാൽ നമ്മുടെ ഓർമ്മശക്തി കൂടുതൽ വികസിക്കുന്നതാണ്. കാര്യങ്ങളെ കൂടുതൽ ഗ്രഹിക്കാൻ തലച്ചോറിനെ പ്രാപ്തമാക്കും. അനുയോജ്യമായ മറ്റ് പുതിയ രീതികളും സ്വയം കണ്ടെത്താം. കൃത്യമായ ഇടവേളകളിൽ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കണം. വ്യായാമം ചെയ്യുന്നത് വഴി ഊർജം വർദ്ധിക്കുകയും സമ്മർദ്ദം അകലുകയും ചെയ്യും. യോഗ, ധ്യാനം, പ്രാർത്ഥന എന്നിവ ശീലമാക്കിയാൽ മനസ്സിന് ശാന്തതയും നല്ല ഏകാഗ്രതയും ഉറക്കവും ലഭിക്കും. പാഠങ്ങളിലെ പ്രധാന വരികൾ ചുവപ്പ് മഷി കൊണ്ട് അടിവരയിട്ട് ഉരുവിട്ടാൽ പരീക്ഷാവേളയിൽ ഓർമ്മയിൽ അത് തെളിഞ്ഞു വരും. പാഠഭാഗങ്ങൾ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഈ രീതി പ്രയോജനം ചെയ്യും. ചുരുക്കരൂപങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എളുപ്പമാണ്. പാഠഭാഗങ്ങളുടെ അർത്ഥവും ആശയങ്ങളും ശരിയായി മനസ്സിലാക്കിയാൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പഠിക്കുമ്പോൾ രസകരങ്ങളായ ഉദാഹരണങ്ങളും ചിത്രരൂപങ്ങളും ഓർക്കുക. പഠിച്ചത് മറക്കാതിരിക്കാൻ ഇത് സഹായിക്കും. പഠന അവധി കാലയളവിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം ടേബിളിന്റെ നിർമ്മാണം. ഇതിൽ ഒരു സാധാരണ വിദ്യാർത്ഥി എങ്ങനെയാണ് ടൈം ടേബിൾ തയ്യാറാക്കേണ്ടത്? ഒരു മാതൃക പറയാം. 7 മണി മുതൽ 7:30 വരെ എന്ന ടൈമിനുള്ളിൽ എഴുന്നേറ്റിരിക്കണം. സാധാരണഗതിയിൽ 7 മണി മുതൽ 7:30 വരെയുള്ള സമയത്ത് എഴുന്നേൽക്കുക, പ്രഭാത കൃത്യങ്ങൾ നിറവേറ്റുക, ചെറിയ വ്യായാമങ്ങൾ എന്നിവയ്ക്ക് ഈ അരമണിക്കൂർ ഉപയോഗിക്കാം. 7:30 മുതൽ 8:30 വരെയുള്ള സമയം പ്രഭാത ഭക്ഷണം, വിശ്രമം എന്നതിനു വേണ്ടി ഉപയോഗിക്കാം. 8:30 മുതൽ 10:30 വരെ 2 മണിക്കൂർ ആദ്യത്തെ റിവിഷൻ തുടങ്ങണം. മണിക്കൂറിൽ 50 മിനിറ്റ് പഠിച്ചാൽ മതിയാകും. 25 മിനിറ്റ് പഠനത്തിന് 5 മിനിറ്റ് ഇടവേളയെടുക്കാം. 10:30 മുതൽ 11 വരെയുള്ള 1.5 മണിക്കൂർ ഒരു ഇടവേളയായി കരുതാം. മുറിയിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാം, അല്പം നടക്കാം, ലഘുഭക്ഷണവും ആകാം. 11 മുതൽ 1 മണി വരെ രണ്ടാമത്തെ റിവിഷൻ നടത്താം. ഈ സമയത്ത് പാഠഭാഗങ്ങൾ മനസ്സിലിരുത്തി വായിക്കുകയും നോട്ടുകൾ കുറിച്ചു വയ്ക്കുകയും ചെയ്യുക. 1 മണി മുതൽ 2 മണി വരെ സമയം ഉച്ചഭക്ഷണത്തിനാണ്. അമിത ആഹാരം അരുത്. വൈകുന്നേരം പാഠഭാഗങ്ങൾ വായിക്കാനായി ഈ സമയം ഉപയോഗപ്പെടുത്താം. കഴിവതും ഉച്ചയുറക്കം ഒഴിവാക്കുക. മറ്റു കാര്യങ്ങൾക്കായും ഈ സമയം വിനിയോഗിക്കാം. വൈകിട്ട് 7 മുതൽ 10 മണി വരെ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കൂടുന്ന സമയമാണ്. ഈ സമയം പ്രയാസമുള്ള വിഷയങ്ങൾക്കായി മാറ്റിവെക്കാം. 10 മണി മുതൽ 11 മണി വരെ മറ്റു പുസ്തകങ്ങൾ വായിക്കാം, TV കാണാം, കമ്പ്യൂട്ടർ നോക്കാം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. 11 മണി
ആകുമ്പോൾ എല്ലാം മാറ്റിവെച്ച് 11 മണിക്ക് തന്നെ ഉറങ്ങുക. ശരീരത്തിന് 8 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സാധാരണ വിദ്യാർത്ഥി ചെയ്യേണ്ടത്. എന്നാൽ വൈകി ഉറങ്ങുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർ 7:30 മുതൽ 8:30 വരെയുള്ള സമയത്ത് എഴുന്നേൽക്കണം. പ്രഭാതകൃത്യങ്ങൾ, വ്യായാമം, ഭക്ഷണം എന്നിവ കഴിച്ചിരിക്കണം. 8:30 മുതൽ 10:30 വരെ പഠനം, 10:30 മുതൽ 11 വരെ ഇടവേള എടുക്കാം. പഠനത്തിന്റെ വിശ്രമം നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യം ആയി എടുക്കാം. 11 മുതൽ 1 മണി വരെ വീണ്ടും പഠനം, 1 മണിക്ക് ഉച്ചഭക്ഷണം. വൈകുന്നേരങ്ങളിൽ മറ്റു കാര്യങ്ങൾക്കായി ഈ സമയം ഉപയോഗപ്പെടുത്താം. മടുപ്പ് തോന്നാത്ത പാഠഭാഗങ്ങൾ വായിക്കാം. വൈകിട്ട് 6 മുതൽ 10 വരെ പഠനം, 10 മണി മുതൽ 10:30 വരെ ഒരു വിശ്രമ സമയം, 10:30 മുതൽ 2 വരെ, രാത്രി 2 വരെ പഠിക്കാം. എന്നാൽ 2 മണി കഴിഞ്ഞാൽ 2 മണിക്ക് കൃത്യമായിട്ടും ഉറങ്ങിയിരിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ 25-30 മിനിറ്റിലും 5 മിനിറ്റ് വീതം ഇടവേളകൾ എടുത്തു വേണം പഠിക്കുവാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് മടുപ്പ് തോന്നും. ഇനി നേരത്തെ ഉണരുന്ന വിദ്യാർത്ഥികളുണ്ട്, വളരെ കാലത്തെ എഴുന്നേൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു സമയക്രമീകരണമാണ് ഇനി പറയുന്നത്. 4 മുതൽ 5 വരെയുള്ള സമയം എഴുന്നേൽക്കാനും പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാനും വ്യായാമത്തിനുമായി ഉപയോഗിക്കാം. 5 മുതൽ 8 വരെ പഠനം, 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാം. 8:30 മുതൽ 11:30 വരെ വീണ്ടും പഠനം, 11:30 മുതൽ 12 വരെ ഇടവേളയെടുത്ത് വിശ്രമത്തിനായിട്ട് ഉപയോഗിക്കാം. 12 മുതൽ 1 മണി വരെ പഠനമാണ്. പിന്നെ 1 മണി മുതൽ 3 മണി വരെ ഉച്ചഭക്ഷണം. ചെറിയ ഉച്ചമയക്കം ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അത് നേരത്തെ എഴുന്നേൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ഉള്ളതാണ്. 3 മണി മുതൽ 6 മണി വരെ മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ പഠനം, പിന്നെ 10 മണിക്ക് ഉറക്കം. ഓരോ 25 മിനിറ്റിലും 5 മിനിറ്റ് വീതം ഇടവേളകൾ എടുത്തു വേണം പഠിക്കാൻ. കഴിവതും പഠനാവധി സമയത്ത് പുറത്തു പോകുന്നതും മറ്റും ഒഴിവാക്കുക. ശരീരത്തിന് ദിവസം മുഴുവൻ ഊർജ്ജസ്വലത ലഭിക്കുവാൻ രാവിലെ 20 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക. ടൈം ടേബിളിൽ ആവശ്യാനുസരണം അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താം. ഇങ്ങനെ തയ്യാറാക്കിയ ടൈം ടേബിളുകൾ കിടപ്പുമുറിയുടെ ഭിത്തിയിലോ എപ്പോഴും കണ്ണിൽപ്പെടുന്ന മറ്റ് എവിടെയെങ്കിലുമോ ഒട്ടിച്ചു വയ്ക്കാം. ഇങ്ങനെ അവധിക്കാല സമയം ടൈം ടേബിളിലൂടെ ക്രമീകരിച്ച് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ പാസ്സാകുവാൻ സാധിക്കുന്നതാണ്.